എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അലീന ബബിതയ്ക്കായിട്ട് വാങ്ങിയിട്ടുള്ള ഓരോ സമ്മാനങ്ങൾ അവൾക്കായി കൊടുക്കുകയായിരുന്നു. പുതിയതായി ഒരു സ്മാർട്ട് വാച്ച് അലീന ബബിതയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കവേ തന്നെ ബബിത പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ടായിരുന്നു, ഇഷ്ടമുള്ളവർക്ക് തന്നെ കൊടുക്കായിരുന്നില്ലേ. ഇത് കേൾക്കുന്ന അലീന, ആരാ ഇഷ്ടമുള്ളവര്? മറുപടി ബബിത, കൃഷ്ണമോളല്ലേ പൊന്നനീത്തി, ഞാൻ വെറും പുറമ്പോക്ക്. ഇത് കേൾക്കുന്ന അലീന, അതൊക്കെ നിന്റെ വെറും തോന്നലാണെന്ന് പറയുമ്പോൾ, അതൊന്നുമല്ല, ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടൊക്കെ ഉള്ളതല്ലേ, കുറേ വേദനിപ്പിച്ചിട്ടുമുണ്ട്. കേൾക്കുന്ന അലീന, നീ എന്തായാലും എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെന്നും വിഷമിച്ചിട്ടുണ്ടെന്നും ഒക്കെ സമ്മതിച്ചല്ലോ. ഇതൊക്കെയാണെങ്കിലും തന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് വന്ന് സ്നേഹം പ്രകടിപ്പിച്ചില്ലേ, എനിക്ക് അത് തന്നെ ഏറ്റവും വലുതെന്ന് അലീന ബബിതയോടായി പറയുന്നു. ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരുടെ സ്നേഹത്തിനേക്കാട്ടിലും വലിയ വിലയാണ് ഞാൻ നിന്റെ സ്നേഹത്തിന് കൊടുക്കുന്നതെന്ന് തന്നെ അലീന പറയുന്നു. അങ്ങനെ അലീന കൊടുത്ത എല്ലാ സമ്മാനങ്ങളും ബബിത നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. അതിനുശേഷം അലീന നേരെ കൃഷ്ണമോളുടെ അടുത്തേക്കാണ് പോകുന്നത്. കൃഷ്ണമോൾക്ക് മേടിച്ച സമ്മാനങ്ങൾ അവൾക്കായി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ, ഞാനും അച്ഛനും കൂടി ഇന്ന് കല്യാൺ സിൽക്സിൽ പോയിരുന്നു എന്ന അലീനയുടെ മറുപടി. എനിക്ക് കിട്ടിയ പുതിയ ഉടുപ്പ് ദേഹത്ത് ചേർത്ത് വെച്ച് അളവ് ശരിയാണോ എന്ന് നോക്കുന്നത് കണ്ട് അലീന തന്നെ പറയുന്നുണ്ട്, ആഹാ സൂപ്പർ ഉടുപ്പല്ലേ. എന്നാൽ ഇത് കേൾക്കുന്ന കൃഷ്ണ, അത് കൊള്ളാലോ, മേടിച്ചു തന്ന ആൾ തന്നെ സൂപ്പറാണെന്ന് പറയുവാണോ? എന്തൊക്കെയായാലും ഇത് വേണ്ടായിരുന്നു എന്നാണ് കൃഷ്ണ പറയുന്നത്. അതെന്തേന്ന് അലീന ചോദിക്കുമ്പോൾ, ചേച്ചി ഇവിടുന്ന് പോകുന്നതിൻ്റെ ഭാഗമായി മേടിച്ചു വന്നതല്ലേ, ചേച്ചി ഇവിടുന്ന് പോയി കഴിയുമ്പോഴൊക്കെ ഈ ഉടുപ്പ് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും, ഞാൻ പിന്നെ അതിനെപ്പറ്റി തന്നെ ഓർക്കും. ഇത് കേൾക്കുന്ന അലീന, നമ്മൾ ഒത്തിരി സ്നേഹിച്ചതല്ലേ, അതിൻ്റെ അടയാളമായിട്ട് ഇതിരുന്നോട്ടെ എന്ന് കൃഷ്ണനോട് പറയുന്നു. അതിനുശേഷം അലീന നേരെ ചെന്നത് ബാലചന്ദ്രന്റെ മുറിയിലേക്കാണ്. അച്ഛൻ്റെ മകളാകാൻ വേണ്ടി ആഗ്രഹിച്ച മോള് തരുന്ന സമ്മാനമാണെന്ന് പറഞ്ഞാണ് അലീന ആ ഷർട്ട് ബാലചന്ദ്രന് കൊടുക്കുന്നത്. ശേഷം ബാലന്റെ അനുഗ്രഹം മേടിക്കാനായി കാലിൽ തൊടുമ്പോൾ ബാലൻ അത് തടയുന്നുണ്ട്. നീ എന്തായി കാണിക്കുന്നത്? മറുപടി അലീന, അച്ഛൻ എനിക്ക് വേണ്ടി ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്. സ്വന്തം ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധത്തിലുണ്ടായ മകളായിട്ട് പോലും അച്ഛൻ എന്നെ അംഗീകരിക്കാൻ തയ്യാറായി. എന്നാൽ ഇത് കേൾക്കുന്ന ബാലൻ, അത് നിന്റെ നല്ല സ്വഭാവം കൊണ്ടാണെന്നാണ് അലീനയോട് പറയുന്നത്. എന്തൊക്കെയായാലും അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറഞ്ഞ് അലീന കരഞ്ഞുകൊണ്ട് ബാലിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നു. അന്നേ ദിവസം രാത്രിയിൽ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴി സ്റ്റാൻലി ബാലചന്ദ്രനെ വിളിക്കുന്നു. മുഖവരയുടെ ഒന്നും ആവശ്യമില്ല, നിങ്ങളുടെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളാനാ ബാലചന്ദ്രൻ ആവശ്യപ്പെടുന്നത്. എന്നിട്ട് കാര്യത്തെപ്പറ്റി സംസാരിക്കാനാ ഞാനിപ്പം വിളിച്ചതെന്ന് സ്റ്റാൻലി അറിയിക്കുന്നു. മാത്രമല്ല, എന്നിൽ നിന്ന് എന്തുത്തരമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് സ്റ്റാൻലിയുടെ ചോദ്യം. കേൾക്കുന്ന ബാലൻ, നിങ്ങളിൽ നിന്ന് ഞാൻ എന്തുത്തരം പ്രതീക്ഷിക്കാൻ? ഇതൊക്കെ ഒരൊറ്റ വാക്കിൽ തീരേണ്ട ഉത്തരമാണെന്നാണ് ബാലൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ വേണമോ അതോ വേണ്ടയോ, അത്രമാത്രം എന്നോട് പറഞ്ഞിരുന്നാൽ മതി. എന്നാൽ സ്റ്റാൻലിയുടെ ഉത്തരമാകട്ടെ ബാലിനെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ഞാൻ അവളെ സ്വന്തം മകളായി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് തന്നെ സ്റ്റാൻലി ബാലനോട് പറയുന്നു. ഇത് കേട്ടപാടെ ആകെ സ്തംഭിച്ച് നിൽക്കുന്ന ബാലചന്ദ്രനോട് ഫോണിൽ ലൈനിലുണ്ടോ എന്ന് സ്റ്റാൻലി എടുത്തു ചോദിക്കുന്നു. ഇവിടെ ബാലൻ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. സ്റ്റാൻലി ബാലനോട് മറ്റൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്, എൻ്റെ സാഹചര്യവും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് കേൾക്കുന്ന ബാലൻ, എനിക്ക് നിങ്ങളുടെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അവളെ ദുഃഖിപ്പിക്കാതെ നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മകളെ വളർത്തിക്കൊള്ളാമെന്നാണ് സ്റ്റാൻലിയോട് പറയുന്നത്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി, നിങ്ങൾക്കെന്താ ഭയമാണോ ബാലൻ? എൻ്റെ അഭിമാനത്തിന് ഭീഷണിയാകുമോ എന്ന് പറയുന്നുവല്ലോ, ഞാൻ അവളെ കൊന്നുകളയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്ന് സ്റ്റാൻലി ചോദിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ നല്ല സ്വഭാവമുള്ള ഒരാളായിരിക്കാം, നല്ലവനായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ബന്ധുക്കൾ അങ്ങനെ ആയിരിക്കണോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും കുടുംബത്തിൽ ചെല്ലുമ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നിയ ആ നിമിഷം ഫോണെടുത്ത് എന്നെ വിളിച്ചേക്കണം, ഞാൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളാമെന്നാണ് ബാലൻ പറയുന്നത്. സ്റ്റാൻലി, ഞാൻ ഒരു തവണ തീരുമാനമെടുത്ത അതിൽ നിന്ന് പിന്നെ പിന്മാറാറില്ല, ഞങ്ങൾ പട്ടാളക്കാരുടെ രീതിയെന്നാണ് സ്റ്റാൻലി പറയുന്നത്. ഞാൻ അവളുടെ അച്ഛനാണെന്ന് അറിയുമോ എന്ന് ബാലചന്ദ്രനോട് ചോദിക്കുന്നു. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുമെന്നാണ് എനിക്ക് ഇപ്പോഴും അറിയാത്തതെന്നാണ് ബാലൻ്റെ മറുപടി. ഇത് കേൾക്കുന്ന സ്റ്റാൻലി, എനിക്ക് നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെയായാലും നിങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു തന്നെയല്ലേ എന്നാണ് ബാലൻ ചോദിക്കുന്നത്. സ്റ്റാൻലി, എപ്പോഴാണ് നിങ്ങൾ അലീനെ എൻ്റെ വീട്ടിലേൽപ്പിക്കുക എന്നത് മാത്രം എന്നെ അറിയിച്ചിരുന്നാൽ മതിയെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ആ കോൾ കട്ട് ചെയ്യുന്നു. ഫോൺ കട്ട് ചെയ്ത ശേഷം ബാലൻ നേരെ അലീനയുടെ മുറിയിലേക്കാണ് ചെല്ലുന്നത്. ഒരാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ആള് കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ബാലൻ അലീനയോട് പറയുന്നത്. മുതലാളിയല്ലേ എന്നാ അലീന ചോദിക്കുന്നത്. അതെ, പ്ലാനർ ആണെന്നാ ബാലന്റെ മറുപടി. അയാള് നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണെന്നാ ബാലൻ ഇപ്പോൾ അലീനയോട് പറയുന്നത്. ഇത് കേൾക്കുന്ന അലീന, അച്ഛൻ അതിന് സമ്മതിച്ചോ എന്നാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും അയാൾ സമ്മതിച്ചു, പിന്നെ അങ്ങനെയുള്ളപ്പോൾ ഞാൻ അതിനെ സമ്മതിക്കാതിരിക്കുന്നതെന്നാ ബാലൻ ചോദിക്കുന്നത്. സമ്മതമാ എനിക്കിനി അറിയേണ്ടതെന്നാണ് ബാലൻ ചോദിക്കുന്നത്. അലീന, ഞാൻ ഓൾറെഡി പോകാനായിട്ട് നിന്ന ആളല്ലേ, ഞാനല്ലേ ഇക്കാര്യത്തിന് അച്ഛനെ ഏറ്റവും നിർബന്ധിച്ചത് പോലും. നാളെ തന്നെ പോയേക്കാവുന്ന ബാലൻ പറയുന്നത്. ഇത് കേൾക്കുന്ന അലീന, നാളെ എന്തായാലും വേണ്ട സാർ, എനിക്ക് കുറേ പേരോട് യാത്ര പറയാനായിട്ടുണ്ട്, മറ്റന്നാളെ ചെല്ലുമെന്ന് ഞാൻ അയാളെ അറിയിച്ചേക്കാമെന്ന് പറഞ്ഞ് സ്റ്റാൻലിയെ കോൾ ചെയ്യാനായിട്ട് ബാലൻ അലീനയുടെ അടുത്ത് നിന്ന് പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.